കാണലും ഒടുങ്ങാത്ത തീറ്റയും ആക്രാന്തത്തിൽ ആരാരെന്നെല്ലാം ഇപ്പോൾ അറിയാൻ വയ്യാതായി. ഈ കാലത്ത് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്തിരിക്കുക അല്ലെ. ഒരു വ്യവസ്ഥയും ഇല്ലാത്ത നീങ്ങുന്ന സാഹിത്യം പോലും. നേരത്തെ പറഞ്ഞു ഈ ഇൻസ്റ്റാ പോയിട്രി ഒക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയയുടെ വ്യാപനം മനുഷ്യനെ എല്ലാത്തിൽ നിന്നും മാറ്റി ഓരോരുത്തരും കവികളാവുകയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാ പോയിട്രി ഒക്കെ പോലെ എല്ലാവരും എഴുത്തുകാരാവുകയും ഒക്കെ ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ എക്സ്പ്ലോഷൻ വന്നതോടുകൂടി വ്യവസ്ഥയില്ലാത്ത എഴുത്തുകൾ പോലും, നേരത്തെ നമ്മൾ പറയാൻ ആധുനികോത്തരം സത്യാനന്തരകാല എഴുത്തുകൾ, ഇപ്പൊ അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല. എല്ലാവരും എഴുതുകയാണ്, അവരുടെ സത്യങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ആ വ്യവസ്ഥയില്ലാത്ത ലോകത്ത് ഭ്രാന്തെടുത്താണ് മനുഷ്യര് ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് തിന്ന് എല്ലാവരും RCCയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീറ്റയ്ക്ക് പോലും ഒരു തരത്തിലുള്ള ഇതില്ല. നമ്മളൊന്നും ഇതുവരെ ശീലിക്കാത്ത ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. കാരണം 10, 100, 200, 200 വർഷമായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ രുചിച്ചും അനുഭവിച്ച ആഹാരങ്ങൾ ഇപ്പൊ ആരും കഴിക്കുന്നില്ല. മൊത്തം പറ്റിയ സാധനമൊക്കെ KFC. ഈ സാധനം നമ്മുടെ ശരീരമായിട്ട് യോജിച്ചു പോകുന്നതല്ല, നമ്മുടെ ജനിതക ഘടനയുമായിട്ട് യോജിച്ച ഭക്ഷണങ്ങളുണ്ട്. ആ ഭക്ഷണങ്ങൾ കഴിക്കാത്ത പുതിയ പുതിയ ആഹാരങ്ങൾക്ക് ഈ ശരീരം എത്തില്ല, RCCയിലോട്ട് വരാതെ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജനിതക ഘടനയുമായിട്ട് യോജിച്ച ഭക്ഷണങ്ങളിലേക്ക് തന്നെ പോകണം. അതാണ് രോഗങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകൾ. അതുപോലെ തന്നെ അത്തരത്തിൽ എല്ലാ തരത്തിലും നമ്മുടെ ജീവിതം വഴിമുട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയെ അദ്ദേഹത്തിന് നമുക്ക് കാണിച്ചു തരാൻ പറ്റി എന്നുള്ളതാണ്. സിദ്ദീഖ് മാഷി ഞാൻ പറയുന്ന ഇവരെയൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ അവര് തിരക്കിലാണ്. നമുക്കൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു യാത്ര പോകണ്ടേ? നിങ്ങൾക്ക് മഹാന്മാരായ എഴുത്തുകാരെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണ്ടേ? നമ്മുടെ സാറ്, സിദ്ദീഖ് സാറ്, സന്തോഷ് കുമാർ സാറ്, സീമ ടീച്ചർ, ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ അങ്ങോട്ട് അത് പറയണം. സാറിന് ഒരുപാട് തിരക്കായിരിക്കും, HOD ആണെങ്കിലും. പക്ഷേ അടുത്ത ആഴ്ച നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കണം. ഒരാളോ 2 പേരോ മതി. അത്തരത്തിൽ ക്രിയേറ്റീവ് ആക്കുക എന്നുള്ള മൊമെന്റ്സ്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കുക, ഒരു കലാലയത്തിലെ നല്ല അധ്യാപകന്റെ കീഴിലെ വിദ്യാർത്ഥി ആയിരിക്കുക എന്നുള്ളത്. അത് ഉടനെ പോകും. നിങ്ങളെ വിത്ത് നോ ടൈം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകും. വഴിയാധാരമാകും, ജോലിയൊക്കെ തെണ്ടിയോ ഒന്നും അല്ലാതെ ഇങ്ങനെ പോകുന്നതിന് മുമ്പേ ജീവിതം നല്ല സൃഷ്ടിപരമായ ജീവിതത്തിനുടമയായിട്ട് പെണ്ണായാലും ആണായിരിക്കും ഇറങ്ങുക, ഫൈറ്റ് ചെയ്യുക, നല്ലതിന് വേണ്ടി ജീവിക്കുക. അങ്ങനെയുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ HOD ആയിട്ടൊക്കെ ബന്ധമുണ്ടോ? സാറ് ഭയങ്കര ബലം പിടിച്ചേക്കിരിക്കും, പക്ഷെ ഉള്ളിൽ തരള ഹൃദയനാണ്, എഴുത്തുകാരനാണ്. സന്തോഷിക്കാനൊക്കെ എന്ന് പറയും. ഇവർ എഴുത്തുകാരാവുമ്പോൾ ഉള്ളിൽ നന്മയുള്ളവര് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവരെയൊക്കെ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ഇവിടുന്ന് അറിയാൻ പോകുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തണം. പോകാലോ അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും അവരെയൊക്കെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ക്രിയേറ്റീവ് ക്ലാസ്സുകൾ വെക്കണം. ഇങ്ങനെ എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നോ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണം. ഒരു പോസ്റ്റ് പോലും കണ്ടില്ല. ഞങ്ങളൊക്കെ വന്ന് പണ്ടൊക്കെ വരികയാണെങ്കിൽ ആ കവിതയുടെ ആ അക്ഷരങ്ങൾ ഇവിടെ കാണും. ഞാൻ പണ്ട് കവിതയെല്ലാം വന്നപ്പോൾ ഞങ്ങളുടെ കവിതകൾ അവിടെ മൊത്തം ആ കോൺഫറൻസ് ഹാളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ വേദിയിൽ അന്ന് വന്ന 5 കവികളുടെ കവിതകൾ ഒട്ടിച്ച് അവര് ഇന്ന കവിത എഴുതിയ സാറേ അത് കൊള്ളാം, അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ ഇവരാരും എന്നെ കണ്ടിട്ടില്ല, വായിച്ചിട്ട് പോലും ഇല്ല, എവിടുന്ന് വരുന്നുള്ള ഒരു മട്ടിലാണ്. അത് മാറ്റണം. നിങ്ങളുടെ ഭാഷയിൽ വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾ വായിക്കുക, ആനുകാലികങ്ങൾ വായിക്കുക. നിങ്ങളുടെ കാലത്തെ കവികളെയും കഥകളെയും നിങ്ങളെങ്കിലും വായിക്കണം. ബാക്കിയുള്ളവർക്ക് ഞാൻ പറയുന്നില്ല. അക്കാലത്ത് എല്ലാ ഫാക്കൽറ്റിയിൽ നിന്നും വായനക്കാരുണ്ടായിരുന്നു. നിങ്ങളെങ്കിലും വായിച്ചില്ലെങ്കിൽ ഈ സാഹിത്യവും നമ്മുടെ ഭാഷയൊക്കെ നിലനിന്ന് പോകാനും അതിന് കൊടുക്കുന്ന സപ്പോർട്ടും. അങ്ങനെ നിങ്ങളുടെ ജീവിതം തന്നെയും സ്വപ്നം കാണുന്നവര് ആകണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത ഭാരങ്ങളൊക്കെ കുറയാൻ ഒരുപാട്. നിങ്ങളുടെ ജീവിതമൊന്നും വളരെ സന്തോഷകരമായിരിക്കത്തില്ല. ഇപ്പൊ തന്നെ കോവിഡ് മഹാമാരി വന്ന് യുദ്ധം നടക്കുകയാണ്. കാമുകന്മാരെല്ലാം ചതിച്ചിട്ട് പോകുന്നവരാണ്, കാമുകിമാർ തേച്ചിട്ട് പോകുന്നവരാണ്. ആരെയും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഭർത്താക്കന്മാർ അതിനേക്കായി ഒന്നീ കത്തികൊണ്ട് കൊല്ലും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലും. അത്തരത്തിലുള്ള ഭീകരമായ ലോകത്താണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ആ ഭീകര അന്തരീക്ഷം മാറാൻ നിങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യം പിടിക്കുക, യാഥാസ്ഥികരാവാതിരിക്കുക. നിങ്ങൾ ഇടം പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള കരുത്ത് ഒരു അയാഥാസ്ഥിക ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് പറ്റും. യാഥാസ്ഥികരായിട്ട് അയ്യോ പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതം ഒന്നി പോയി കെട്ടി തൂങ്ങോ അല്ലെങ്കിൽ കടലിച്ചാണ് വിഷം പിടിക്കുക. അങ്ങനെയല്ല. നിങ്ങൾ ആ തരത്തിലുള്ള ജീവിത അവബോധങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ഞാനിപ്പം ഈ പറയുന്ന നിങ്ങൾ അടുത്ത സ്കൂളിൽ പോയിരുന്നു, ഇവിടെ അടുത്തുള്ള വലിയ സ്കൂളിൽ ലേണായി പോയപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, മക്കളെ നിങ്ങൾ എത്ര പേര് ലൈബ്രറി പോകും?
അന്നേരം പറഞ്ഞു ആരും പോകത്തില്ല. ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് നോവൽ എടുത്തുകൊണ്ട് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും വായിച്ച് കണ്ടാൽ നിന്നെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും, എന്നിട്ട് പുസ്തകം എടുത്തു പോകരുത്, നീ സിലബസ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളർന്നു വരുമ്പോൾ അച്ഛനും അമ്മയും കൊല്ലാതിരിക്കും? ഇവരെ ആത്യന്തികമായി സത്യവും നന്മയും പഠിപ്പിക്കുന്നത് എഴുത്തുകളും കവിതയൊക്കെയാണ്. അവരിൽ തരണത ഉണ്ടാക്കുന്നത്. അതെല്ലാം ഹരിച്ചിട്ട് സിലബസ് മാത്രം പഠിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് രണ്ട് കാര്യം അറിയാവും. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ പ്രതിയോഗിയെ കൊല്ലൽ. ഇതിനിടയ്ക്കുള്ള അവസ്ഥകൾ പഠിക്കുന്നതാണ് സാഹിത്യവും കവിതയും ഒക്കെ എന്ന് അവർക്കാർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് രണ്ട് കവിതയൊന്ന് കാവ്യലിപിയൊന്ന് ചൊല്ലി അങ്ങ് നിർത്താം. കാരണം ഇനി ചോദിക്കാം, എനിക്ക് സമയമുണ്ട്. സാറിന് പിന്നെ അന്നേരം ഈ കാവ്യലിപി എന്ന് പറയുന്നത് ഈ മരവൂർ എന്ന് പറയുന്ന സ്ഥലം, കോനയിലെ ആയിരവല്ലി ക്ഷേത്രത്തിൽ ഒരു മരം നിൽപ്പുണ്ട്, കാവിലിപ്പ. ഈ മരം ഒരു മരയുള്ളൂ, അതിന്റെ വംശത്തിലുള്ള എല്ലാ മരങ്ങളും കുറ്റിയേറ്റ് പോയി. അതറിഞ്ഞ് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ അതിന്റെ ഒരു വിത്ത് മുളപ്പിച്ച് നമ്മുടെ മുഖ്യമന്ത്രി കൊണ്ടുപോയി മെസ്സേജ് വെച്ചിട്ടുണ്ട്. കിളിച്ചോന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുപെട്ട 100 ഇട്ടട്ടെ ഒന്ന് കിളിച്ചോളൂ. അത് എന്താന്ന് അറിഞ്ഞൂടാ, അത് തന്നെ നാശത്തിലേക്ക് പോകുകയാണോ ഒന്നും അറിഞ്ഞൂടാ. കാരണം ഇത് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്ന ഒരു മരമാണ്. അതിന്റെ പൂവ് മാറ്റി മദ്യം ആയിട്ട് കഴിക്കുമായിരുന്നു. അതിന്റെ വേരും പിന്നെ അതിന്റെ തോലും ഒക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. അങ്ങനെ അത് പോയതാന്നാ പറഞ്ഞത്. 1835 ഒരു ഇംഗ്ലണ്ട് സായിപ്പാണ് ഈ മരം ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അതിനുശേഷം ഇപ്പൊ 300 വർഷമായിട്ട് ഈ മരം അവിടെ നിൽക്കുകയാണ്. വേറെ അതിൻ്റെ ആരുമില്ല. അന്നേരം അത് കണ്ടപ്പോഴാണ് എനിക്ക് കവിത തോന്നിയത്. കാര്യം ഒരു വംശത്തിലെ ഒരു മരം മരിച്ചു പോയെങ്കിൽ എല്ലാ വംശത്തിലെയും മരങ്ങൾ കുറ്റിയേറ്റ് പോയി ഒരു മരം മാത്രമാകുന്നൊരു അവസ്ഥയും ഭാവിയിൽ സംജാതമാകാം. അതാണ് കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. 2-3 കവിത എഴുതിയാൽ അങ്ങനെയാണ് കാവിലിപ്പ എഴുതിയത്. ഒരു മനുഷ്യന് ഒരു മനുഷ്യായുസിൽ 2 മരങ്ങൾ വേണം. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഓക്സിജനായിട്ട് കാത്തുനിൽപ്പുണ്ട്. മരിച്ച് പോകുമ്പോൾ മണ്ണിടിയുന്നിടം വരെ നിങ്ങൾക്ക് ഓക്സിജൻ മാത്രം തരാൻ 2 മരങ്ങൾ അഹോരാത്രം പണിപ്പെടണം. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? വെക്കണം. നമ്മുടെ സംരക്ഷണയിൽ 2 മരം, നമ്മൾ നേടിയതിന് 2 മരമെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കണം, നമ്മുടെ ഭാവി തലമുറയ്ക്കായിട്ട്. ഞാനതുകൊണ്ടൊരു മര സീരീസ് കവിതകളായിട്ട് വരുന്നത്. ഇനിയുള്ള ഒരു 50 മരങ്ങളുടെ കവിതകൾ പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട്. അതിലൊരു കവിതയാണ് കാവിലിപ്പ. മരങ്ങളെ എത്രത്തോളം നമ്മൾ മുറുകെ പിടിക്കണം, ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അത് പിന്നീട് ഒരവസരത്തിൽ ഞാൻ എഴുതിയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം കാവിലിപ്പ. നെറുകയിൽ വെയിൽ കൊണ്ട് തണലേകി ഫലമേകി ജലമേകി നിറമേകി പൂമണമേകി നിറവേകി നിലാവേകി മധുവേകി കാതലേകി കാവിലിപ്പ കുലത്തിലെ അന്ത്യജന്മം ഇലക്കൺപീലി നീർത്തി പ്രപഞ്ച വിസ്മയം തീർക്കാൻ ആർത്തിയോടെ കണ്ടുറന്ന മധുകവൃക്ഷം എങ്ങനെയോർമകളെ സാക്ഷിയാക്കി മറഞ്ഞു പോം സുഖദുഃഖമിശ്രമാകും ഇഹലോകത്തെ. ഇലനാവിൽ തണുവാർന്ന് നിറഞ്ഞൂർന്ന മഴച്ചാറ്റൽ മരത്തിൻ്റെ ജീവനിൽ കിളിർത്തെങ്കിലും മലപൊട്ടി നിലം വീണ തായ്വേരിൻ ഉരുളോർമ്മ അന്ത്യമരശാഖകളിൽ പൂവിടുന്നു. മഞ്ഞുടയാട ചൂടി താഴ്വാരം കുളിരാർന്ന് പൂമതിയായി ഋതുചൂടി നിന്ന കാലം മരവംശ പരമ്പര
ഓർത്തുപോകുന്നു നിത്യം ഹരിതമൃദു സാന്ത്വനം ജലയിൽ നിന്നും. ശിലയിൽ തേവരെ പൂജിച്ചിടും മുമ്പ് മരങ്ങളെ പ്രണമിച്ച് തൊഴുതു വലം വച്ച് തരുപൂജ ചെയ്ത വസന്തകാലം. ഫലമിട്ടു മുടിഞ്ഞ മുത്തശ്ശി മരത്തിന്റെ തളിരാർന്ന ചില്ലയിൽ പൂവിടുന്നു. ഉദകക്രിയ ചെയ്യാനാരുമില്ലെങ്കിലും അന്ത്യമൊഴി ചൊല്ലി വീഴാൻ മധുകവൃക്ഷം കരുത്തോടെ തലയുയർത്തി നിവർന്നു നിൽക്കുന്നു. അവസാന ജീവൻ പിടഞ്ഞൊടുങ്ങും വരെ മയിൽ പച്ച പീലി വീശി തണലാർന്ന മരത്തിന്റെ മരവിച്ച മനസ്സിലെ സങ്കടങ്ങൾ ഉലകിനു ഭീതിയേകും. നരജന്മം മറന്നാലും മറക്കില്ല മരമുള്ള കാലത്തോളം. മയിൽ പച്ച പീലി വീശി തണലാർന്ന മരത്തിന്റെ മരവിച്ച മനസ്സിലെ സങ്കടങ്ങൾ ഉലകിനു ഭീതിയേകും. നരജന്മം മറന്നാലും മറക്കില്ല മരമുള്ള കാലത്തോളം. ചൊല്ലി നിർത്താം. ഒരുപാട് കവിതകൾ ചൊല്ലാറുണ്ട്. എങ്കിലും വേദശാല എന്ന കവിതകൾ ചൊല്ലാം. വേദശാല എന്ന് പറഞ്ഞാൽ വാന നിരീക്ഷണ കേന്ദ്രം എന്നാണ് മലയാളത്തിലും അതിനർത്ഥമുണ്ട്. ശബ്ദധാരാവലിയും പറയുന്നുണ്ട്. ഹിന്ദിയിൽ അതാണ്, സംസ്കൃതത്തിലാണ്. വേദശാല ധനത്തിന്റെ ധായ. ഞാൻ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വേദശാല, നമ്മുടെ സിദ്ദിഖ് സാർ പറഞ്ഞത് ആദ്യത്തെയാണോ എന്നുള്ളത് ഡിസ്കഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നമ്മുടെ വൈപ്പ് ഇന്ത്യയിലെ രജപുത്ര രാജാക്കന്മാർ ഉജ്ജയിനിയിൽ സ്ഥാപിച്ച ആദ്യത്തെ വേദശാലയാണ്. കേരളത്തിലാണെന്നാണ് സാർ പറഞ്ഞത് അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാർ അങ്ങനെയാണ് ചിരിക്കുന്നത്. അത് ഡിസ്കസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുമാണ്. അതിൽ ഈ വേദശാലയിൽ രജപുത്ര രാജാക്കന്മാരാണ് അത് പണി കഴിപ്പിച്ച 18-ാം നൂറ്റാണ്ടിൽ. അന്ന് ഉണ്ടായിരുന്ന ശാസ്ത്രകാരന്മാരെ നമ്മുടെ യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും വിട്ട് അവിടെയുള്ള വാന നിരീക്ഷണശാലകൾ നിരീക്ഷിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതിദത്തമായ കാര്യങ്ങൾ വെച്ചാണ് ഈ അതിനകത്ത് കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വാന നിരീക്ഷണം ഇവിടുത്തെ പോയിട്ടുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ഈ MG-യിലുള്ള അത് പുതിയ സംഭവമാണ്. മറ്റേത് വളരെ പഴമയുള്ള ഈ സൂര്യഘടികാരമുണ്ട്. അതിൽ ദണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, താഴെ ഇങ്ങനെ അങ്കനം ചെയ്തിട്ടുണ്ട് സമയം. ആ നിഴൽ വന്ന് പതിക്കുമ്പോൾ കറക്റ്റ് ആ സമയമായിരിക്കും അതിന്. അങ്ങനെ അതാണ് സൂര്യഘടികാരം, ചന്ദ്ര കലണ്ടർ, ഒരുപാട് വളരെ ദൂരദർശിനി, പഴയ കാലത്തെ ദൂരദർശിനി ഒക്കെ. ഞാൻ അതിൻ്റെ അടുത്താണ് നമ്മുടെ കാളിദാസൻ ഉപാസിച്ച ഗദ്ഗാലിക ക്ഷേത്രം. അകത്താര് പുറത്താരെന്ന് ചോദിച്ച കാളിദാസന് പേരിട്ട കഥയൊക്കെ അറിയായിരിക്കും അല്ലേ? ആ ക്ഷേത്രം അവിടെ. അതുപോലെ തന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, മഹാകാലേശ്വര ക്ഷേത്രം. ഈ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. കാണുമ്പോൾ നമുക്കറിയാം. അവിടെ പോയാൽ മരണം ഒഴിവാകുമെന്നാണ് സങ്കല്പം. ഭയങ്കര ആളാണ്. ഈ ശിവരാത്രി സമയത്ത് ഭയങ്കര ജനമാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കാളിദാസന്റെ യക്ഷനെ കൊണ്ട് പറയിച്ച പ്രകൃതിയെ ആണ് ഞാൻ നോക്കിയത്. തിരുനെല്ലൂരിന്റെ നല്ല മേഘസന്ദേശ വിവർത്തനമുണ്ട്. മലയാളത്തിലുണ്ടായ അതിഗംഭീരമായ കവിതയാണെന്നേ പറയാം. അതൊരു വിവർത്തനമാണെന്ന് പറയാൻ പറ്റില്ല. അത്ര ഗംഭീരമാണ് ഈ തിരുനെല്ലൂരിന്റെ മേഘസന്ദേശ വിവർത്തനം. വായിക്കണം, വായിക്കാത്തവർ. അതേ കണക്ക് തന്നെ അക്കിത്തത്തിന്റെ കവിത, പേര് ടങ്ങിന്ന് സ്ലിപ്പായിപ്പോയി. അക്കിത്തത്തിന്റെ ഇന്ത്യമേഘം, അങ്ങനെ എന്തോ ഒരു മേഘമാണ്. ആ കവിതയൊക്കെ വായിച്ച ഒരു ഇതിൽ നിന്നാണ് ഈ കവിത എഴുതിയത്. ഞാനിങ്ങനെ പ്ലെയിനിൽ ഇരിക്കുമ്പോൾ, പ്ലെയിനിൽ ഇരുന്ന് മേഘങ്ങളെ നന്നായിട്ട് കാണാമല്ലോ. ഉജ്ജയിനിലേക്ക് ഭോപ്പാലിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് മേഘങ്ങളെ കണ്ടപ്പോൾ
കാളിദാസൻ യക്ഷനെ കൊണ്ട് സന്ദേശമയച്ച മേഘങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളൊരു ഒരു 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 കവിയുടെ ആകാംക്ഷയിൽ നിന്നാണ് ഈ കവിത പിറക്കുന്നത്. കവിത ബാക്കി ഇത് കേട്ടാം. ഇത്രയും പറഞ്ഞാലേ ആ കവിത മനസ്സിലാകുന്നത്. ഉജ്ജയിനിയിൽ ജന്തർ മന്തർ വേദശാലയിൽ സൂര്യഘടികാരം കണ്ടു, ചന്ദ്രകലണ്ടർ കണ്ടു, കാലം കാത്തു സൂക്ഷിക്കും നിയതി ചക്രം കണ്ടു, ഭൂമധ്യരേഖയിൽ ധ്രുവനക്ഷത്രങ്ങൾ കണ്ടു. ദൂരദർശിനിയിൽ ആകാശം നോക്കി നിൽക്കുമ്പോൾ മേഘങ്ങൾക്കിടയിൽ കാളിദാസന്റെ സന്ദേശമേഘം കാവ്യ കൈരളിയിൽ നിന്നലഞ്ഞെത്തിയ യാചക കവിയെ നോക്കി പുഞ്ചിരിച്ചു. ഭാവനാകാശത്തിൽ മതയാനപോൾ കൊമ്പുകുത്തി കളിച്ച കാളിദാസന്റെ മേഘദൂതനെ കണ്ട കാവ്യനിയതിയോർത്തു കണ്ണു നിറഞ്ഞ് നമ്രശിരസ്കനായി ഞാൻ. വിരഹിയാമെക്ഷന്റെ വികാര സന്ദേശത്താൽ മോക്ഷമാർന്ന മേഘരൂപം പെയ്തൊഴിഞ്ഞില്ല, പ്രായമായില്ല, പ്രാണനറ്റില്ല, പറന്നകന്നില്ല, മഹാകാല ദുഃഖങ്ങളൊന്നുമേ തളർത്തിയില്ല. ഉജ്ജയിനിയിലേക്കുള്ള വിമാനയാത്രയിൽ അളകാപുരിയിൽ നിന്നെ പരതി നീ പറന്നു പാർത്ത ഇടങ്ങൾ കണ്ടു, ഉജ്ജയിനിയുടെ മേഘവീക്ഷണം കണ്ടു. പത്നിയെ വേർപെട്ടു വർത്തിച്ച യക്ഷന്റെ പ്രകൃതി സന്ദേശ വർണ്ണനയോർത്തു ആരണ്യകങ്ങളിൽ ചെറുമഴ പൊഴിച്ചു നീ പോയ മാർഗങ്ങൾ ഹരിതവിസ്മൃതമായി. പത്നിയെ വേർപെട്ടു വർത്തിച്ച യക്ഷന്റെ പ്രകൃതി സന്ദേശ വർണ്ണനയോർത്തു ആരണ്യകങ്ങളിൽ ചെറുമഴ പൊഴിച്ചു നീ പോയ മാർഗങ്ങൾ ഹരിതവിസ്മൃതമായി. വിലാസവതികളായൊഴുകി നീരാടിയ നദികൾ മൺപ്രേതങ്ങളായി മാറി, യക്ഷാക്ഷരങ്ങൾ ഉഴുതു മണമാർന്ന പാടങ്ങൾക്കുമേൽ കൂട്ടുതാമസ സൗധങ്ങൾ. ഭൂവിൻ ഗന്ധം സദാ മണത്തു സഞ്ചരിച്ച മാർഗങ്ങളിൽ പെയ്യാൻ തുടങ്ങുമ്പോൾ ചന്തമാർന്ന സ്വരത്തോടെ പാടുന്ന മയിലുകളാടിപ്പറന്നുപോയോ. വിമാനം മുട്ടെ ഉയർന്നു കിടക്കും ചവർക്കൂനയ്ക്കുമേലുയരുന്ന ധൂമം ഢംബാൽ അളകാപുരിയിലെ സ്ത്രീകൾ ചിഗിരമൊഴിയുന്ന ധൂപമാണെന്നു തോന്നി. അരയന്നങ്ങൾ ചേർന്നുള്ള കാട്ടിൽ കനികൾ നിറഞ്ഞുള്ള മരങ്ങളില്ല, നീറ്റിൽ പുത്തൻ കണിക ചൊരിയും കമലമലരിൻ മനം മയക്കും മണവുമില്ല. അവന്തികാപുരിയിൽ കാളിദാസനു പേരരുളിയ ഗദ്ഗാലികാ ക്ഷേത്രമുയർന്നു നിൽക്കുന്നു. സർവഭക്ഷകനാം മഹാകാലേശ്വരൻ കാലത്തെ അശനമാക്കി മരണമകറ്റുന്നു. കൊമ്പനാനപോൾ ചിഹ്നം വിളിച്ചെത്തിയ യക്ഷന്റെ വർഷമേഘം പുതുകാല ദുരിതങ്ങൾ ചൊല്ലിപ്പറയാതെ മറഞ്ഞു നിസ്സംഗനായി നിൽക്കുന്നതെന്തെന്നറിയുന്നു ഞാൻ. ശ്രീനാരായണന്റെ നാട്ടിൽ പിറന്ന് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നു പാടിയ കവിയുടെ കുലത്തിൽ നിന്നു വന്നവനോട് ജാതി ചോദിച്ചു വേദശാലയിൽ.
വാർമുകിൽ മിത്രമേ കാവ്യലോകത്തിനൻപുറ്റ തോഴനെ, ഇടിമൊഴികളാൽ ലോകത്തോടു നീ അലറി പറയുക ഭാരതദേശത്ത് മിഥ്യയായി പോയ മാനവികതയുടെ പുതിയ വൃത്താന്തങ്ങൾ. വാർമുകിൽ മിത്രമേ കാവ്യലോകത്തിനൻപുറ്റ തോഴനെ, ഇടിമൊഴികളാൽ ലോകത്തോടു നീ അലറി പറയുക ഭാരതദേശത്ത് മിഥ്യയായി പോയ മാനവികതയുടെ പുതിയ വൃത്താന്തങ്ങൾ. ഈ കവിത എഴുതാൻ കാരണം അതിൻ്റെ ഡയറക്ടറെ, ഈ പറയുന്ന വേദശാലയുടെ യന്ത്രമന്ത്ര വേദശാലയുടെ ഡയറക്ടർ കാണാൻ ഞാൻ പോയപ്പോൾ ഞാൻ മലയാളത്തിൽ നിന്നുള്ളൊരു കവിയാണെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു, നീ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. യു ഹാവ് എനി റിലേഷൻഷിപ്പ് വിത്ത് മുസ്ലിംസ്? ഞാൻ പറഞ്ഞു, മൈ നെയ്ബേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആർ മുസ്ലിംസ്. ഞാൻ മുഖം ഒന്ന് ചുളുങ്ങുന്നത് കണ്ട്, കാരണം അത്രയ്ക്ക് ഭീകരമാണ് അവസ്ഥ, BJP വിധിക്കുന്ന സ്ഥലവുകൂടാണ്. അതാണ് ഈ കവിത എഴുതാനുണ്ടായ സാഹചര്യം. എന്തായാലും എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക്, കാരണം എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം ഞാനൊരു അക്കാഡമിക് ആയിട്ടുള്ള ഒരാളല്ല, ഭാഷ പഠിച്ചിട്ടില്ല. അപ്പൻ സാറിൻ്റെ മലയാള ഭാഷ ക്ലാസ്സിൽ ഇരുന്നുള്ള പഠനം എനിക്കുള്ളൂ. നിങ്ങൾ വളരെ അക്ഷരത്തെറ്റ് പോലും ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ എഴുത്ത്. പക്ഷേ ഞാൻ കവിയാണെന്ന് കുറച്ച് വിശ്വസിക്കുന്നു. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളത്, ആഴത്തിലുള്ളത് വായിക്കുക, ഗഹനമായത് വായിക്കുക. അത് നിങ്ങളെ ധ്യാനാത്മകമാക്കുകയും നിങ്ങൾക്ക് മുക്തി തരികയും ചെയ്യും ജീവിതത്തിൽ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.